ഇത് കഴിഞ്ഞ ബുധനാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. എനിക്ക് കുറച്ച് മൂത്ത് നരച്ച അമ്പഴങ്ങ കിട്ടിയായിരുന്നു. അമ്പഴങ്ങ കിട്ടുമ്പോൾ സാധാരണ എന്താ ചെയ്യുന്നത്, അച്ചാറിടണം. വീട്ടിലെ 2 ഭൂരിപക്ഷത്തിനും അച്ചാറിനോടാണ് താല്പര്യം, ഉപ്പിലിടുന്നതിനേക്കാളും. മൂത്താലും നരച്ചാലും അമ്പഴങ്ങയല്ലേ. പോരാത്തതിന് വീട്ടിൽ അച്ചാറിൻ്റെ കുറവും ഉണ്ടായിരുന്നു. അച്ചാറാണ് അടുക്കളയുടെ ഐശ്വര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അച്ചാറുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം കഴിക്കാം, പുട്ട് കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, എന്തിന് പൊറോട്ട വരെ കഴിക്കാം. ചോറിൻ്റെ കാര്യം പിന്നെ പറയണ്ട. അങ്ങനെ എല്ലാ അച്ചാറും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയ സമയത്താണ് ഈ അമ്പഴങ്ങ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പൊന്നുപോലെ മൂത്താലും നരച്ചാലും സാരയില്ല, എന്തായാലും ഉപ്പിലിടുന്നില്ല, അച്ചാർ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. കഴുകി വൃത്തിയാക്കി ഞാൻ ഒന്ന് വെള്ളം പാലാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ബുധനാഴ്ച വൈകുന്നേരം എടുത്ത വീഡിയോ ആണ്. രാത്രിയിൽ കഴിക്കാനായിട്ട് കഞ്ഞിയും ഒരു തോരനുമാണ് പ്ലാൻ ചെയ്തത്. ഹസ്ബൻഡിന് ചോറ് കുറവും കൂടുതൽ വെള്ളമുള്ള കഞ്ഞി മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കൂടുതൽ വെള്ളം ഞാൻ വെച്ചിരിക്കുന്നത്. ഉച്ചയ്ക്കത്തെ ചോറ് ഒരു 3 തവി എടുത്ത് തിളപ്പിച്ച വെള്ളത്തിലോട്ടിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കും. കഞ്ഞി റെഡിയായി. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി ഒരു തോരൻ വെക്കണം. എന്ത് തോരൻ വെക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് കേട്ടോ, നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് മഷ്റൂം അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഷ്റൂം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കുവാണ്. മഷ്റൂം തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തോരനാണ്. മഷ്റൂം കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് 2-3 ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നത് കൊണ്ട് അതിൻ്റെ പുറന്തോലെല്ലാം ഞാനിങ്ങനെ ചുരണ്ടി മാറ്റുവാണ്. പിന്നെ ഒന്നുകൂടെ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം 4 ആയിട്ടൊന്ന് മുറിച്ചെടുക്കും. വീട്ടിൽ ഇറച്ചി, മീൻ, മുട്ട എന്ന് 3 പേരുടെ സ്ഥാനം കഴിഞ്ഞ 4ാം സ്ഥാനക്കാരനാണ് ഈ മഷ്റൂം. ഇറച്ചി കഴിക്കാത്തവരുണ്ട്, മുട്ട കഴിക്കാത്തവരുണ്ട്, അതുപോലെ മീൻ കഴിക്കാത്തവരുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ മഷ്റൂം ഇഷ്ടപ്പെടാത്തവരും കഴിക്കാത്തവരൊക്കെ. അപ്പം നിങ്ങളൊരു മഷ്റൂം ലവർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു റെസിപ്പി ഉപകാരപ്പെടും. 2 ചെറിയ കണ്ടെയ്നർ പാക്കറ്റ് മഷ്റൂമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടെയ്നറിന് 70 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂമിൻ്റെ കൂടെ ഞാനൊരു 2-3 പച്ചമുളക് കൂടി അരിഞ്ഞിടുന്നുണ്ട്. ഒരു ചെറിയ സവാളയുടെ പകുതിയും ഒരു തക്കാളിയും കൂടെ അരിഞ്ഞു ചേർക്കുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഒരു 2-3 അല്ലി വെളുത്തുള്ളി കൂടെ ചേർക്കുന്നുണ്ട്. ചതയ്ക്കാതെയാണ് ഞാൻ ചേർക്കുന്നത്. ചതച്ച് ചേർത്താലും നല്ലത് തന്നെയാണ്. ഇനി അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെക്കുക. പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, കടുക് പൊട്ടിക്കുന്നില്ല കേട്ടോ, കടുക് പൊട്ടിക്കാതെയാണ് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂടെ വെളിച്ചെണ്ണയിലോട്ട് ഇടുന്നു. ഒന്നെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മുളക് പൊടിയല്ല ചേർത്ത് കൊടുക്കുന്നത്, കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പറയാൻ വിട്ടുപോയ ഒരു കാര്യം, തോരനല്ലേ, അപ്പോൾ എന്തായാലും തേങ്ങ തിരിങ്ങിയത് കൂടെ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ ഒരു 2-3 സ്പൂൺ തേങ്ങ തിരിങ്ങിയതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. എന്തായാലും 15 മിനിറ്റിനുള്ളിൽ ഈ തോരൻ അങ്ങ് റെഡിയാകും കേട്ടോ. അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഷ്റൂം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ തോരൻ ഇഷ്ടപ്പെടും. കഞ്ഞിയുടെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ മഷ്റൂം തോരൻ. അത്താഴം വീട്ടിൽ 2 പേർക്ക് കഞ്ഞി, ഒരാൾക്ക് ചോറും തോരനും അങ്ങനെയെല്ലാം റെഡിയായി കഴിഞ്ഞിരുന്നു. വീട്ടിലെ അടുക്കളയിൽ മഷ്റൂമിന് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണ് കേട്ടോ. പണ്ടെപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന് ചുമ്മാതെ ഒരു റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങിയതാണ്. ഇപ്പം മഷ്റൂം ബിരിയാണി, മഷ്റൂം സ്റ്റൂ, മഷ്റൂം തോരൻ, ഇനി ഒരു മഷ്റൂം വറുത്തരച്ചോടെ കറി വെക്കണം. ഞാൻ എന്തുവാ ഈ കിളിപോയ ആളുകൾ ചെയ്യുന്നത് പോലെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മുടി എപ്പോഴും ഫ്രണ്ടിലോട്ട് വെട്ടിയിട്ടതാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഇതൊരു പൊതുശല്യമായി മാറിയിരിക്കും. അമ്പഴങ്ങ അച്ചാർ എവിടെയെന്ന് ചോദിച്ചാൽ, അമ്പഴങ്ങ അച്ചാർ ഇട്ടതിന് ശേഷം അടുത്ത വീഡിയോയിൽ കാണാവേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ.